ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അർച്ചനയും സച്ചിയെയും സിഐ വിളിപ്പിച്ചിരിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നു. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ഇതാണ്. ആ ടിപ്പർ ഓടിക്കുന്നത് ഒരു ഗുണ്ടയാണ്. പേര് ടിപ്പർ ഗണേഷ്. ഞങ്ങൾക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അർച്ചന പറയുമ്പോൾ സിഐ പറയുന്നു, വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത്. അനൂപേട്ടനെ രക്ഷിക്കാൻ ഈ ഒരു തെളിവ് പോരെ എന്ന് സച്ചി പറയുന്നുണ്ട്. ടിപ്പർ അനൂപേട്ടന്റെ നേരെ വന്നപ്പോൾ പെട്ടെന്ന് വണ്ടി തിരിച്ചതായിരിക്കും അനൂപേട്ടൻ എന്ന് അർച്ചന പറയുമ്പോൾ സിഐ പറയുന്നു, അതാണ് സത്യം. അപ്പോൾ കഷ്ടകാലത്തിന് ആ പെൺകുട്ടി മുന്നിൽ വന്ന് പെടുകയും ചെയ്തു. എങ്ങനെയെങ്കിലും ഇത് ആ മധുവിനെ ഒന്ന് കാണിക്കണം. ഇത് കണ്ടാൽ ഉറപ്പായിട്ടും അനൂപേട്ടനെ എന്തായാലും മധു വെറുതെ വിടും, സത്യം മനസ്സിലാവുകയും ചെയ്യും എന്നൊക്കെ അർച്ചന പറയുന്നു. ഈ ഒരു വിഷ്വൽസ് നമുക്ക് മുന്നേ മധുവും കണ്ടതായിരുന്നു. കണ്ടു കാണും. ഈ നഗരം ഭരിക്കുന്ന ഒരു ഗുണ്ടയ്ക്ക് വിഷ്വൽസ് കിട്ടാനാണോ പാട്? ഇതും അയാൾ വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് സിഐ പറയുമ്പോൾ അർച്ചന ടെൻഷനോട് പറയുന്നു, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അനൂപേട്ടനെ രക്ഷിക്കാനുള്ള ആകെയുള്ളൊരു കച്ചിത്തുരുമ്പാണിത്. ഇത് കണ്ടാൽ ആർക്കാ മനസ്സിലാകാത്തത്? ഇതിന് പിന്നിൽ ആരായിരിക്കും അനൂപേട്ടനെ ടിപ്പറിടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത്? ആർക്കും ഒരു ദ്രോഹവും ചെയ്യുന്ന ആളല്ല അനൂപേട്ടൻ എന്നെ സച്ചി പറയുമ്പോൾ സിഐ പറയുന്നു, എന്താണെങ്കിലും സത്യം മനസ്സിലാകാൻ വേണ്ടി ആ ഡ്രൈവറിനെ നമ്മുടെ മുന്നിൽ കിട്ടിയേ പറ്റൂ. അവനെ നമ്മൾ ചോദ്യം ചെയ്യണം എന്ന് സിഐ പറയുമ്പോൾ അർച്ചന പറയുന്നു, ആ ഡ്രൈവറെ മധുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് സത്യം പറയിപ്പിക്കണം, എങ്കിലേ അയാൾ വിശ്വസിക്കും. അതിന് ടിപ്പർ ഗണേഷിനെ നമുക്ക് കിട്ടണ്ടേ? അത്ര എളുപ്പത്തിൽ പിടിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ. ഈ നഗരത്തിലെ ചേരിയിലും മറ്റു സ്ഥലത്തൊക്കെയാണ് അയാളുടെ താവളം. ആ ചേരിയിൽ പോകാൻ ഞങ്ങൾക്ക് പോലും പേടിയാണ് എന്നൊക്കെ സിഐ പറയുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കൂ. ഞങ്ങൾക്ക് എങ്ങനെ കഴിയും? സാറ് പറയുന്ന എന്ത് വേണമെങ്കിലും ഞങ്ങൾ ചെയ്തോളാമെന്ന് അർച്ചന. അയാളെ കണ്ടാൽ കാര്യം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചെന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ സത്യം പറയില്ല. അതിന് എന്തെങ്കിലും തന്ത്രം ഉപയോഗിക്കണം. എങ്കിൽ മാത്രമേ അയാളുടെ താവളത്തിൽ കയറാൻ പറ്റൂ. ഞാനൊരു പ്ലാൻ പറയാം. അർച്ചനയ്ക്ക് അയാളെ ഡീല് ചെയ്യാൻ സാധിക്കുമെന്നും സിഐ. അങ്ങനെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് സിഐ. ഞാൻ ഈ പറഞ്ഞ 2 സ്ഥലങ്ങളിലാണ് അവൻ വരാൻ സാധ്യത. അതുകൊണ്ട് നിങ്ങൾ സ്പ്ലിറ്റായി 2 വഴിയിലൂടെ വേണം അവിടെ ചെന്നെത്താൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിക്കുന്നു. ജീവൻ കൊടുത്തിട്ടായാലും എനിക്ക് അവരെ രക്ഷിച്ചേ പറ്റൂ. അതിന് ഇതല്ലാതെ എൻ്റെ മുന്നിൽ മറ്റൊരു വഴിയില്ലെന്നും അർച്ചന പറയുന്നു. പിന്നീട് കാണിക്കുന്നത് അനൂപിനെയും ധനുഷിനെയും മധുവിന്റെ ആൾക്കാരെ കെട്ടിയിട്ടിരിക്കുകയാണ്. അണ്ണ, ഇവന്മാരെ തീർക്കാൻ എൻ്റെ കൈ തരിക്കുന്നു എന്ന് തമ്പാൻ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യും. ഇവന്മാരെ തൊട്ടാൽ നമ്മളെ തീർത്ത് കളയുമെന്ന് പറഞ്ഞവൾ ഇങ്ങോട്ടൊന്ന് വരട്ടെ. ആ സിയയുടെ വാക്ക് കേട്ട് അവൾ അവസാനത്തെ കളി കളിക്കുകയാണ്. അവൾക്ക് അറിയില്ല ഈ മധു ആരാണെന്ന് എന്ന് മധു പറയുമ്പോൾ അനൂപ് പറയുന്നു, മധു, ഞാൻ നിരപരാധിയാണ്. എനിക്കൊരു ഭാര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ ഉണ്ട്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം. ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. എനിക്ക് നിന്റെ സഹോദരിയെ ഒരു പരിചയമില്ല. ആ ടിപ്പർ എന്നെ ഇടിക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കിയെന്നേ ഉള്ളൂ. അതിനിടയിൽ അറിയാതെ സംഭവിച്ച ഒരു ആക്സിഡന്റ് ആണ്. ഇത് കേട്ട് ധനുഷ് പറയുന്നു, ഇവരോടൊന്നും എത്ര പറഞ്ഞിട്ടും കാര്യമില്ല അനൂപേട്ട. എത്ര പറഞ്ഞാലും ഇവർക്കൊന്നും ഒരു ദയയും തോന്നില്ല. അത് മനസ്സിലാകാനുള്ള ബുദ്ധിയും ഇല്ല ഇവർക്ക്. കൊല്ലുന്നത് ഇവർക്കൊരു രസമാണ്. ഇത് കേട്ട് ദേഷ്യത്തോടെ മധു ചാടി എണീച്ചിട്ട് ധനുഷിന്റെ കഴുത്തിന് പിടിക്കുന്നു. അതേടാ, കൊല്ലുന്നത് ഒരു രസം തന്നെയാണ്. പക്ഷേ മധു ഇന്നുവരെ ആരെയും വെറുതെ കൊന്നിട്ടില്ല. എന്നെ തോണ്ടിയ ഒരുപാട് പേരെ ഞാൻ വെറുതെ വിട്ടിട്ടുണ്ട്. ഇവൻ ഈ പറഞ്ഞ കള്ളക്കഥ കേട്ടാൽ എൻ്റെ മനസ്സിൽ ഒരലിവും ഉണ്ടാവില്ല. അത് വെറും ഒരു ആക്സിഡന്റ് അല്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്കറിയേണ്ടത് ഒന്ന് മാത്രമാണ്, ഈ കൊട്ടേഷൻ ആരാടാ തന്നത്? ഇത്രയൊക്കെ തല്ലുകൊണ്ടിട്ടും നിനക്കൊന്നും മതിയായില്ലേടാ എന്ന് പറഞ്ഞ് തമ്പാൻ അടിക്കാൻ ഒരുങ്ങുന്നു. വേണ്ട തമ്പാനെ, ഇവന്മാര് പറയില്ല. അവളും കൂടി വരട്ടെ, എന്നിട്ട് അവരുടെ മുന്നിൽ വെച്ച് വേണം എനിക്ക് ഇവരെ തീർക്കാൻ എന്ന് മധു പറയുന്നുണ്ട്. എന്നിട്ട് കാൽമേൽ കാല് കയറ്റി അവിടെ ഇരിക്കുകയാണ് മധു. ഈ സമയം അർച്ചന ഒരു ഓട്ടോയിൽ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അർച്ചന വന്നത് ഒരു ഗുണ്ട കാണുന്നുണ്ട്. അവരുടെ സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അർച്ചന അകത്തേക്ക് കയറുന്നത് ഇവർ കാണുന്നു. അർച്ചനയെ ഫോളോ ചെയ്യുകയാണ്. ആദ്യം ഒരാൾ ഫോളോ ചെയ്യുന്നു, പിന്നെ വേറൊരാളും കൂടി വന്നു. അർച്ചനയെ തടഞ്ഞു. നീ ആരാ, എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, എനിക്ക് ടിപ്പർ ഗണേഷിനെ ഒന്ന് കാണണം. പുതിയ കൊട്ടേഷൻ കൊടുക്കാനാണോ അതോ പോലീസുകാരെ പറഞ്ഞിട്ടാണോ എന്ന് അവർ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു, ഇത് രണ്ടുമല്ല. ഞാൻ ചെങ്കൽ മധുവിന്റെ ആളാണ്. ടിപ്പർ ഗണേഷിനെ കണ്ട ഒരു കാര്യം സംസാരിക്കാൻ അയാൾ പറഞ്ഞുവിട്ടതാണ്. എങ്കിൽ പിന്നെ ആദ്യമേ പറഞ്ഞുവിടായിരുന്നോ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നു, കൊല്ലാൻ വരുന്നത് പോലെ ഇങ്ങനെ മുന്നിൽ വന്നാൽ എങ്ങനെ പറയാനാ? എവിടെയാണ് ടിപ്പർ ഗണേഷ് എന്ന് ചോദിക്കുന്നു. വാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് അർച്ചനയുമായി അയാൾ അകത്തേക്ക് പോകുന്നു. ഒരു വണ്ടിക്കകത്ത് അയാൾ ഉണ്ടായിരുന്നു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇത് ചെങ്കൽ മധു പറഞ്ഞിട്ട് വന്ന ആളാണെന്ന് പറയുന്നു. ഗണേഷ് അർച്ചനയോട് പറയുന്നു, ആരാ, എന്താ നിനക്ക് വേണ്ടതെന്ന്? എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങളോട് മാത്രമാണെന്ന് അർച്ചന ഗണേഷിനോട് പറയുന്നു.
അയാളോട് പോകാൻ ഗണേഷ് പറയുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചോദിക്കും. അനൂപിന്റെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നു, ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ തനിക്ക് മനസ്സിലായോ എന്ന്. ഗണേഷ് പറയുന്നു, എനിക്കറിയില്ല. എന്നോട് അഭ്യാസം ഇറക്കാൻ ശ്രമിക്കരുത്. ഇത് കേട്ട് അർച്ചന ദേഷ്യത്തോടെ പറയുന്നു, നീ ടിപ്പർ ഇടിച്ചു കൊന്ന എന്റെ സഹോദരനാണിത്. ഇത് കേട്ട് ഗണേഷ് പറയുന്നു, അപ്പോ നീ ചെങ്കൽമത് പറഞ്ഞു വിട്ടിട്ട് വന്ന ആളല്ല അല്ലേ? അല്ല, നിന്നെ അയാളുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വന്നതാണെന്ന് അർച്ചന. എന്റെ സഹോദരനെ കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ മരിച്ചത് ആരാണെന്ന് തനിക്കറിയാലോ. മധുവിന്റെ സഹോദരിയാണ്. ആ കുറ്റത്തിന് എന്റെ സഹോദരൻ ഇപ്പോൾ മധുവിന്റെ തടങ്കലിലാണ്. നിങ്ങൾ അത് വന്ന് ആ മധുവിനോടൊന്ന് പറയണം. എങ്കിൽ മാത്രമേ എന്റെ സഹോദരനെ അയാൾ വിട്ടയക്കൂ. ഗണേഷ് പറയുന്നു, ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത്? നിന്റെ സഹോദരനെ രക്ഷിക്കാൻ ഞാൻ അവന്റെ മുന്നിൽ കൊണ്ടുപോയി തല വെക്കണമല്ലേ? നടന്നത് തന്നെ. അർച്ചന ഒരു അപേക്ഷ എന്ന നിലയിൽ പറയുന്നു, ദയവ് ചെയ്ത് നിങ്ങളത് പറയരുത്. അയാളുടെ മുന്നിൽ വന്ന് സംഭവിച്ചത് എന്താണെന്ന് ഒന്ന് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ നിരപരാധിയായ പാവം അനൂപേട്ടൻ കൊല്ലപ്പെടും. ഒരു കുടുംബം ഇല്ലാതാവും. പ്ലീസ് ദയവ് ചെയ്ത് എന്റെ അനൂപേട്ടനെ രക്ഷിക്കാൻ സഹായിക്കണം. ഗണേഷ് പറയുന്നു, ഇത് സ്ഥലം വേറെയാണ്. ഒരു പെണ്ണായതുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ വെറുതെ വിടുന്നു. പൊക്കോ. അർച്ചന വീണ്ടും പറയുന്നു, നിങ്ങൾ വിചാരിച്ചാലേ എന്റെ സഹോദരനെ രക്ഷിക്കാൻ കഴിയൂ. ഉപേക്ഷ വിചാരിക്കരുത്. ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം. ഗണേഷ് പറയുന്നു, നിർത്ത്. ഞാൻ വന്ന അയാളോട് സത്യം പറയണമല്ലേ? എന്നിട്ട് കിട്ടുന്ന പണി ഞാൻ വാങ്ങണം അല്ലേ? അർച്ചന പറയുന്നു, നടന്നതിന്റെ എല്ലാം CCTV വിഷ്വൽസ് എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്ന് അയാളോട് കാര്യം തുറന്ന് പറഞ്ഞാൽ അയാൾ അത് വിശ്വസിക്കും. എനിക്ക് എന്റെ സഹോദരനെ തിരിച്ചു കിട്ടുമെന്ന് പറയുമ്പോൾ ദേഷ്യത്തോടെ ഗണേഷ് പറയുന്നുണ്ട്, മതി, നിർത്തിക്കോ. മേലിൽ ഇത് പറഞ്ഞ് ഈ വഴി വരരുത്. വന്നാൽ ജീവനോടെ തിരിച്ചു പോകില്ല. അവൾ എനിക്കിട്ട് പണിയാൻ വന്നിരിക്കുന്നു. ഇത് ഞാൻ കുറെ കണ്ടിട്ടുള്ളതാ. പോവാൻ നോക്കിന്ന് പറഞ്ഞ് ഗണേഷ് അർച്ചനയെ പറഞ്ഞുവിടാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഗണേഷ് വീണ്ടും ടിപ്പറിനകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് അതിനകത്ത് നിന്ന് ഒരാൾ ചവിട്ടി ഗണേഷിനെ തള്ളിയിട്ടത്. ബോധമില്ലാതെ കിടക്കുകയാണ് ഗണേഷ്. എടോ എഴുന്നേക്ക് എന്ന് പറഞ്ഞ് ചുറ്റും നോക്കുകയാണ് അർച്ചന. മൂക്കിൽ തൊട്ടു നോക്കുന്നുണ്ട് ശ്വാസമുണ്ടോ എന്ന്. പെട്ടെന്ന് തന്നെ അയാൾ ആ ടിപ്പറിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് കാല് വീഴ്ത്തി താഴെ വീഴുകയായിരുന്നു ചെയ്തത്. സച്ചി കാറുമായി അവിടേക്ക് വന്നു. അർച്ചന എന്തു പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഇതാണ് ടിപ്പർ ഗണേഷ്, ഇയാളുടെ ബോധം പോയി എന്ന് പറയുന്നുണ്ട്. ഇയാളെ എങ്ങനെയെങ്കിലും കൊണ്ടുപോയേ പറ്റൂ. സച്ചി പറയുന്നു, കുറച്ചുപേരെന്റെ പിന്നാലെ ഉണ്ട്. ആരെങ്കിലും വരുന്നതിന് മുമ്പ് നമുക്ക് കൊണ്ടുപോയേ പറ്റൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അയാളെ കാറിലേക്ക് കയറ്റിയിടുന്നുണ്ട്. തുടർന്ന് മധുവിന്റെ ആ ഒരു സ്ഥലമാണ് കാണിക്കുന്നത്. സച്ചിയും അർച്ചനയും ഗണേഷുമായി അവിടെ എത്തുന്നുണ്ട്. ഗണേഷിനിപ്പം ബോധം വന്നു. കയ്യിൽ ഇങ്ങനെ കെട്ടൊക്കെ വെച്ചിട്ടുണ്ട്. പിടിച്ചു വലിച്ചുകൊണ്ട് വരികയാണ് സച്ചി. ഈ സമയം അനൂപിനെയും ധനുഷിന്റെയും കഴുത്തിൽ എന്തോ കെട്ടി ഒരുമിച്ച് കൊല്ലാനാണ് ശ്രമിക്കുന്നത്. കൊല്ലാൻ തുടങ്ങുമ്പോൾ തന്നെ അർച്ചനയും സച്ചിയും ഗണേഷുമായി അവിടെ എത്തി. അരുതെന്ന് പറയുന്നു. തോക്കുചൂണ്ടി നിൽക്കുകയായിരുന്നു അവർ. കഴുത്തിൽ കെട്ടിവെച്ചിരിക്കുന്നത് ബോംബാണ്. നീ വന്നോ, ഇവമാരിപ്പോൾ പൊട്ടിത്തെറിച്ച് തീർന്നേനെ എന്ന് മധു പറയുന്നുണ്ട്. നിങ്ങൾ സഹോദരിയെ കൊന്നത് അനുപേട്ടനല്ല, എല്ലാ സത്യങ്ങളും ദൈവൻ പറയുമെന്ന് പറഞ്ഞ് ഗണേഷിനെ മുന്നിലേക്ക് നിർത്തുകയാണ് സച്ചി. അനുപേട്ടനെ ടിപ്പർ ഇടിച്ച് കൊല്ലാൻ നോക്കിയത് ദൈവനാണെന്ന് കരഞ്ഞുകൊണ്ട് അർച്ചന പറയുന്നു. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അനുപേട്ടനെ പറ്റിയ ഒരു അബദ്ധം മാത്രമാണ് നിങ്ങളുടെ സഹോദരിയുടെ മരണം. എല്ലാത്തിൻ്റെയും CCTV വിഷ്വൽസ് എൻ്റെ മൊബൈലിലുണ്ടെന്ന് പറയുന്നു. വേണ്ട, എനിക്കൊന്നും കാണണ്ടെന്ന് മധു. ഇവനെ മുന്നിൽ നിർത്തി ഇവനെ രക്ഷിക്കാനുള്ള നിന്റെ അഭ്യാസം ഇനി നടക്കില്ല. ഇനി നിങ്ങൾ എന്ത് കള്ളക്കഥ പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ലെന്നും മധു. ഇവന്മാരെ രണ്ടിനെയും ഞാൻ പൊട്ടിച്ച് തീർക്കാൻ പോവുകയാണെന്നും മധു പറയുന്നു. നല്ല ഒന്നാന്തരം ടൈം ബോംബാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാനിതിൽ വിരൽ ഒന്ന് അമർത്തിയാൽ മതി എന്നൊക്കെ മധു പറയുന്നു. തമ്പാനോട് പൊട്ടിക്കാൻ പറയുമ്പോൾ അർച്ചന കരഞ്ഞുകൊണ്ട് പറയുന്നു, അരുത്, ഞാൻ പറഞ്ഞത് സത്യമാണ്, കൊല്ലരുതെന്ന് പറയുന്നു. മാറി നിൽക്കടിയില്ലെങ്കിൽ നിന്നെയും ചേർത്ത് ഇപ്പോൾ പൊട്ടിക്കുമെന്ന് തമ്പാൻ പറയുന്നു. എന്ന് പറഞ്ഞ് അർച്ചനയെ പിടിച്ച് തള്ളുമ്പോൾ സച്ചി തമ്പാനെ ഒരൊറ്റ ചവിട്ട്. സച്ചിയെ മധുവും പിടിച്ച് ചവിട്ടുന്നുണ്ട്. അവനെയും പിടിച്ച് കെട്ടാൻ പറയുകയാണ് ആളുകളോട്. അങ്ങനെ സച്ചിയും അവർ പിടിക്കുന്നു. പ്ലീസ് ഒന്നും ചെയ്യരുത്, ഞാൻ പറയുന്നത് സത്യമാണെന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നീ എന്നെ കൊന്നാലും ഞാൻ ഇവരെയും കൊണ്ടേ പോകൂ എന്ന് സച്ചി പറയുമ്പോൾ മധു സച്ചിയുടെ കരണത്തടിച്ചു. നിന്നെയും ഞാൻ ഇവരോടൊപ്പം പരലോകത്തേക്ക് വിടാൻ പോവുകയാണെന്ന് മധു ഇവനെയും കൂടെ പിടിച്ചുകെട്ടി പൊട്ടിക്കാൻ പറയുന്നു. വാക്ക് തെറ്റിക്കുന്നവൻ മരിക്കണം എന്നൊക്കെ മധു പറയുന്നുണ്ട്. അങ്ങനെ സച്ചിയും അവർ അതിന്റെ കൂട്ടത്തിൽ കെട്ടിയിടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഗണേഷിന് സന്തോഷമാകുന്നു. അർച്ചന അവരോട് പറയുന്നുണ്ട്, മഹാഭാവം ചെയ്യരുത്. നിങ്ങളുടെ അനിയത്തിയെ കൊന്നതിന് പകരം നിങ്ങൾ വേണമെങ്കിൽ ഗർഭിണിയായ എന്നെ കൊന്നോളൂ. പകരം ഇവരെ വിട്ടേക്ക്. നിന്റെ സഹോദരിയെ പോലൊരു പെണ്ണല്ലേ ഞാനും. ഈ അവസ്ഥയിൽ എന്റെ വയറ്റിലുള്ള കുഞ്ഞിന്റെ പേരിൽ ഞാൻ സത്യം ചെയ്ത് പറയുകയാണ്. അനുപേട്ടൻ മനഃപൂർവ്വം ചെയ്തതല്ല. ഈ ടിപ്പർ ഗണേശൻ അനുപേട്ടനെ ടിപ്പറടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നതിനിടയിൽ പറ്റിയ ഒരു അബദ്ധമാണ് ലക്ഷ്മിയുടെ മരണം. എൻ്റെ കുഞ്ഞ് ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാകും. ഞാൻ പറയുന്നത് കള്ളമാണെങ്കിൽ അതിൻ്റെ ദോഷം എൻ്റെ കുഞ്ഞിന് കിട്ടിക്കോട്ടെ. എൻ്റെ കുഞ്ഞിന് ദോഷം വരുന്ന കൊള്ളാം ഞാൻ പറയുമോ? ദയവ് ചെയ്ത് ഇവരെ 3 പേരെയും വെറുതെ വിടണം എന്ന് പറഞ്ഞ്
കാല് പിടിച്ച് പറയുകയാണ് അർച്ചന. അവർക്ക് വേണ്ടി മരിക്കാനും ഞാൻ തയ്യാറാണെന്ന് പറയുന്നു. അവിടേക്ക് ആ വക്കീലും എത്തി. അർച്ചന പറഞ്ഞതെല്ലാം സത്യമാണ്, അതിനുള്ള തെളിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വക്കീൽ ആ വിഷ്വൽസ് കാണിച്ചു കൊടുക്കുന്നുണ്ട് മധുവിന്. അത് കണ്ടപാടെ ഗണേഷിന്റെ കരണ തടിക്കുകയാണ് മധു. അനൂപ് മനഃപൂർവ്വം ഒരു കുറ്റവും ചെയ്തിട്ടില്ല, തെറ്റുപറ്റിയത് നിനക്കാണെന്ന് വക്കീൽ പറയുന്നു. അർച്ചന പറയുന്നു, മധു ഗർഭിണിയായ തന്റെ അനിയത്തി മരിച്ചതിന്റെ ദുഃഖം എനിക്ക് മനസ്സിലാകും. ഞാൻ തന്നോട് കള്ളം പറഞ്ഞിട്ടില്ല. തന്റെ സഹോദരിയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. തമ്പാനോട് അഴിച്ചുവിടാനായി പറയുന്നുണ്ട് എല്ലാവരെയും. അങ്ങനെ തമ്പാൻ അവരെ 3 പേരെയും അഴിച്ചുവിടുന്നു. അവരെല്ലാം ഗണേഷിനെ പിടിച്ചു വെക്കുന്നു. മധു അർച്ചനയോട് പറയുന്നു, അർച്ചനയെ തെറ്റുപറ്റിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു, നീ ഇവരെ കൊണ്ടുപോയിക്കോളൂ. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാകില്ലെന്നും പറയുന്നു. സച്ചി അവരോട് പറയുന്നു, തെറ്റും ശരിയും മനസ്സിലാക്കാതെ ആരെയും ഇങ്ങനെ ഉപദ്രവിക്കരുത്. അർച്ചന പറയുന്നു, അനിയത്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാകും, പക്ഷേ നിങ്ങൾ കാരണം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായ നഷ്ടം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതൊന്നും ഇനി പഴയതുപോലെ ആവില്ല തിരിച്ച്. ഇനിയെങ്കിലും ഇതുപോലെ ആരെയും ഉപദ്രവിക്കരുത്, എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. എന്നിട്ട് അവരെയും കൂട്ടി പോവുകയാണ് അർച്ചന. ഗണേഷിനെ എല്ലാവരും കൂടി എടുത്തിട്ട് അടിക്കുകയാണ്. കുറ്റബോധത്താൽ നിൽക്കുകയാണ് മധുവും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.